ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2024 ഗ്രാൻഡ് വിറ്റാരയാണ്. ഹൈബ്രിഡ് വാഹനമാണ് കേട്ടോ. ഈ ഒരു വാഹനം ഒന്ന് ആക്സിഡൻ്റ് ആയതാണ്. അതിനുശേഷം കുറച്ച് പണി വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന് ഏകദേശം വർക്കിൻ്റെ എമൗണ്ട് ആയിരിക്കുന്നത് 7,53,915 രൂപയാണ് ആയിരിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. അതിലെ പാർട്സ് മാത്രം വന്നിട്ട് 6,98,167 രൂപയാണ് പാർട്സ് മാത്രമായിരിക്കുന്നത്. ലേബർ നമ്മൾക്ക് 55,747 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് കംപ്ലൈൻ്റ് ആവാൻ കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ ഇടിച്ചിരിക്കുന്നത്. ആ ഇടിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്, അതിൽ ചെറുതായിട്ടൊന്ന് തട്ടി. ആ ഒരു തൊട്ടിയത് കൊണ്ടാണ് ഇത്ര എമൗണ്ട് ആവാൻ കാരണം. ആ ഒരു ഗിയർ ബോക്സ് മൊത്തമായിട്ട് മാറ്റേണ്ടി വന്നു. അപ്പോഴിതിൻ്റെ അപ്പുറവും ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചൻ മൊത്തം ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം അഴിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ റേഡിയേറ്റർ, കണ്ടൻസർ, അതിൽ വരുന്ന ഹോസുകളെല്ലാം നമ്മൾ അഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ക്രെയിൻ വെച്ചിട്ട് നമുക്ക് പതുക്കെ അതിനെ ലോക്ക് ചെയ്ത് പതുക്കെ അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഒരു ഇഞ്ചൻ നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്രോസ് ബെൻഡായിട്ടുണ്ട്, അതും കൂടി നമ്മൾക്ക് മാറ്റണം. അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സും ബെൻഡാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പാർട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തൽക്കാലം ഇതിൻ്റെ ക്രോസ് പുതിയത് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾക്കൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് ഇതിന് നമ്മൾക്ക് ബോഡി വർക്ക് ചെയ്യാനായിട്ടേ ഈ ഒരു റാമ്പിൽ നമുക്ക് കയറ്റണം. കയറ്റിയിട്ട് വേണം ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട്. നമ്മളതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്തു. നമ്മുടെ ഇവിടെ ഗ്യാസ് കട്ടറൊന്നും ഇല്ല കേട്ടോ. നമ്മളതെല്ലാം നോർമലായിട്ട് നമ്മുടെ വെട്ടിരുമ്പ് വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഒരു കട്ടറുണ്ട്, ആ ഒരു കട്ടർ വെച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യണത്. ഇതുകൊണ്ടോ, ആ ഒരു പീസ് മാത്രമേ നമുക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ അത് മാറ്റിയ ശേഷം നമുക്ക് ഇതുണ്ടോ, അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണം. അതിൻ്റെ ഒരു ഫെൻഡറും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അതുകൂടെ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നോക്കണം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, ബമ്പറിലേക്ക് പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം, ഇതെല്ലാം നമുക്ക് കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് വെൽഡ് ചെയ്ത് നമുക്ക് എടുക്കാം. കണ്ടോ, ഹെഡ്ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു, ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഡിക്കേറ്റർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അലൈൻമെൻറ്റ് പെർഫെക്റ്റായിട്ട് നമ്മളെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ എവിടെയാണെന്നറിയോ ഈ ഒരു വെഹിക്കിൾ വർക്ക് ചെയ്യണത്? പാലക്കാട് കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സിലാണ് കേട്ടോ. ഇതേപോലെ ആക്സിഡൻറ്റ് വർക്കോ ചെറിയ വല്ല ക്ലെയിം വർക്കോ ഇല്ലെങ്കിൽ ടെസ്റ്റ് വർക്ക് വല്ലതും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കൃത്യസമയത്ത് നമ്മളിവിടെ വളരെ വൃത്തിയോട് കൂടിയിട്ട് ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ വെൽഡ് ചെയ്തൊരു ഭാഗത്ത് നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു പുട്ടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കണം. അതെല്ലാം നമ്മൾ റെഡിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ് സെക്ഷനാണ്.
ഏകദേശം ഒരു 1.5 മാസത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഹനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പാർട്സ് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് വൈകി, ഒരു 15 ദിവസം നമുക്ക് വൈകിയത് കൊണ്ടാണ് ഈ ഒരു സമയം ഡിലേ ആയത്. 2 പ്രാവശ്യമായിട്ട് മാരുതി ഓർഡർ ചെയ്യേണ്ടി വന്നു ചെറിയ ചെറിയ പാർട്സുകളായിട്ടേ. അത് കിട്ടാതെ നമുക്ക് വേറെ പണി ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗമെല്ലാം പുട്ടിയെല്ലാം വെച്ച് അതെല്ലാം ഉരച്ച് കളഞ്ഞ് വളരെ വൃത്തിയോട് കൂടിയിട്ട് തന്നെ പെയിൻ്റ് അടിക്കാനുണ്ട്. നമ്മൾ പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഫിറ്റിങ്സാണ് ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എയർ ബാഗ് ഇതിന് പൊട്ടിയിട്ടുണ്ട്. മൊത്തം 6 എയർ ബാഗാണ്. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റൂഫിൽ വരുന്ന ആ ഒരു എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സീറ്റിൽ വരുന്ന എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലുള്ള സ്റ്റിയറിംഗ് വീലിലെ എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര സാധനങ്ങൾ നമുക്ക് മാറ്റണം. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് കിറ്റുകളാണ് ഇത് കാണുന്നത്. അതും കൂടി ചെയ്ത ശേഷം നമുക്കത് എൻജിൻ റൂമിലെ വയറിംഗ് കിറ്റുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ക്രോസ്, അതുപോലെ സ്റ്റിയറിംഗ് ബോക്സ്, അതിൻ്റെ ലോവർ റൂം, ഇതെല്ലാം നമുക്ക് മാറ്റണം. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്ത് വരുത്തി അതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാട്ടർ പമ്പ്, അതിൻ്റെ ഒരു അടിയിലെ കേസ് കണ്ടോ, ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഓയിൽ പാൻ എന്ന് പറയും, അതൊക്കെ ഇങ്ങോട്ട് അഴിച്ചെടുത്ത് അതിൻ്റെ ടൈമിങ് സൈഡ് വരുന്ന ഒരു പമ്പുണ്ട്, അതാണ് നമ്മുടെ ഇഞ്ചൻ ബെഡിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റണം. അപ്പോൾ അത് ഏകദേശമുള്ള സാധനങ്ങളൊക്കെ അഴിച്ചെടുത്ത് മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നുണ്ടോ. ഈ ഒരു സാധനമാണ് ട്രാൻസ്മിഷൻ അസംബ്ലിയാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കിൻ്റെ. ഇതിനാണ് നല്ലൊരു എമൗണ്ട് ആയിരിക്കുന്നത്. ഇതിന് ഏകദേശം 3,40,382 രൂപയാണ്, പ്ലസ് 28% ടാക്സും. ഏകദേശം 4 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു പാട്ടിന്. ഇതും കൂടിയാണ് നമ്മൾ മാറ്റണം കേട്ടോ. എൻ്റെ മുമ്പ് ഈ ഒരു 80 ഗിയർ ബോക്സ് മാറ്റാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഒരു വാഹനം മുട്ടിയപ്പോൾ ചെറുതായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു കവറാണ്. അതിൽ മുട്ടി അത് പൊട്ടിയിരിക്കുകയാണ്. അതിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വാൾവ് ബെൻഡായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഗിയർ വീഴാൻ ബുദ്ധിമുട്ടാവും ഈ ഒരു വാൾവ് ബെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി ഓടില്ല. അപ്പോൾ ആ ഒരു വാൾവിന് സെപ്പറേറ്റായിട്ട് പാർട്ട് നമ്പർ നിലവിലില്ല. ഫുള്ളായിട്ട് ഗിയർ ബോക്സായിട്ട് മാറ്റണം. ഈ ഒരു ഗിയർ ബോക്സിന് നല്ല വിലയുണ്ട് കേട്ടോ. ഈ ഒരു വയറിങ് കിറ്റ് കണ്ടോ, അതിൻ്റെ ഉള്ളൊരു വയറിങ് ഉണ്ട്, അതും കൂടി ചെറുതായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതാണ് സംഭവം. ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ ഇഞ്ചൻ നമുക്കൊന്ന് കയറ്റാം. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചൻ റൂം വലിയൊരു വലുപ്പമുള്ള ഒരു ഇഞ്ചൻ റൂമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഷ്പ്രയാസമായിട്ട് നമുക്ക് ഈ നമ്മുടെ കുഞ്ഞൻ ഹൈഡ്രോളിക് ഉപയോഗിച്ച് നമുക്ക് ഇഞ്ചൻ കയറ്റാം കേട്ടോ. ഞാൻ പൊക്കിത്തരാം.
മെക്കാനിക് സെക്ഷനിലുള്ള എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ റേഡിയേറ്റർ, കണ്ടൻസർ, AC-യുടെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വയറിങ് എല്ലാം ഒരു സംഭവം തന്നെയാണ്. അത് നോക്കിയും കണ്ട് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബമ്പറിൻ്റെ അടിയിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്, അതും കൂടി ഇപ്പോൾ സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എത്രത്തോളം വന്നിട്ടുണ്ട്, ഫിനിഷിങ് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, പെർഫെക്റ്റായിട്ടാണ് നമ്മുടെ വർക്ക്. ഈ ഒരു വാഹനം ഷോറൂമിൽ നിന്ന് പുത്തൻ വണ്ടി എങ്ങനെ ഇറങ്ങുമോ അതേ രീതിക്കാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം ഫെൻഡറിലെല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ എയർ ബാഗുകളെല്ലാം മാറ്റി പുതുപുത്തൻ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ. നമ്മളിതിന് കുറച്ച് മുമ്പ് കണ്ട വീഡിയോ എങ്ങനെയാണ്, ഇപ്പോഴത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കൂ. കണ്ടോ, ഇത്ര മനോഹരമായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. പെയിൻറ്റിങ് കണ്ടോ, നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ണടിച്ചിൽ പോലെ കാണുന്നുണ്ടോ, ഗ്ലേസിങ്ങും ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വാഹനം നമ്മൾക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇത്ര അധികം പാർട്സുകളൊക്കെ മാറ്റിയത് കൊണ്ടും കുറേ ദൂരം നമ്മൾക്ക് ഓടിച്ച് നോക്കണം. വല്ല കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടേ. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. സ്ഥലത്തൊരു ഭാഗത്ത് നിർത്തിയിട്ട് പതുക്കെ അപ്പുറത്ത് നിർത്തിയിട്ട് ഓടിക്കാം. നമുക്ക് സർവീസ് റോഡിലേ എന്നിട്ട് പതുക്കെ ഞാൻ ഇറങ്ങാം. നീ നോക്കി ഓടിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്നത് എപ്പോഴും പറ്റില്ല. മെല്ലോട്ടി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ചെയ്യണ്ടോ. ഇത് തലപോയിക്കേണ്ട കേസൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇത്ര അധികം വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കിട്ടണ്ടേ. നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്രേക്ക് കുറച്ച് ജാമായിരുന്നു. നമ്മൾ 4 പേര് ബ്രേക്ക് അഴിച്ച് വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് നിന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേസ്. വണ്ടി പെർഫെക്ഷൻ ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് ഓടിക്കാനായിട്ടും. നമ്മളൊരു ഷോറൂം കണ്ടീഷനായിട്ട് എങ്ങനെയാണോ വാഹനം ഇറങ്ങിയിരിക്കുന്നത് അതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് ഈ ഒരു വെഹിക്കിൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. ആളും ഹാപ്പി ആവും കേട്ടോ. ഇത്രയധികം വർക്ക് ചെയ്തിട്ട് കസ്റ്റമറിൽ നിന്ന് ഏകദേശം 2000 രൂപയായിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ആലോചിക്കണം. അപ്പോൾ ഇത് കണ്ടോ, വണ്ടി വാഷ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് പോളിഷ് ചെയ്ത് നിർത്തിയിരിക്കണം. സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ മൊത്തം ഗ്ലേസിങ് ആവുകയാണ്. നമുക്കത് എടുക്കുമ്പോൾ സാധിക്കണില്ല. കുറേ ബുദ്ധിമുട്ട് ഈ ഒരു വീഡിയോ, ഈ ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാനായിട്ട്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.